ശ്രീനാരായണ ഗുരു തപസ് ചെയ്ത സ്ഥലം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് വിനീഷ് എന്നാണ്. എൻ്റെ കൂടെ ഉള്ളത് അഭിജിത്ത്. അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. യാത്ര എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ മരുതോമല എന്ന് പറയുന്ന സ്ഥലത്താണ്. അതാണ് മരുതോമല. അതാണ് അവിടെയാണ് പോകുന്നത്. അവിടെ ഫ്രണ്ട്സ് വരാനുണ്ട്, നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മൾ യാത്ര പുറപ്പെടുന്നത്. അപ്പൊ സ്ഥലം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. അവിടെ എത്തിയിട്ടും കാണാം. ഇതാണ് നമ്മുടെ ഡ്രൈവർ സ്പൈബർ. നമുക്ക് കേരളമുള്ള മലയാണ് അങ്ങനെ ദൂരെ കാണണം. നമ്മൾ കന്യാകുമാരി ഹൈവേന്ന് മരുതോമലയിലോട്ട് റോഡ് തിരിയാണ്. നേരെ പോട്ടെ. കാണുന്ന മലയിലാണ് നമുക്ക് കയറാനുള്ളത്. ചെറിയൊരു മലയുണ്ട് ഇവിടെ റൈറ്റ്. വളരെ കുഞ്ഞു മലയാണ്. ഇനി കയറി തീരം പറയും തീരെ ചെറിയൊരു മലയാണത്. അതെന്താ ചേട്ടന് കയറാൻ പറ്റാത്ത? നമ്മൾ മരുതോമലയുടെ താഴെ വന്നിപ്പോ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ മലയാണ് കയറാനുള്ളത്. അപ്പോഴേ നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങനെ കയറാനുള്ള ഒരു പുറപ്പാടിലിരിക്കുകയാണ്. ആൽമരമൊക്കെ നിൽക്കുന്നുണ്ട്. ആൽമരത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ വന്ന് അവന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതേപോലത്തെ ഒരു മൃഗസ്നേഹിനെ നീ കണ്ടിട്ടുണ്ടോടാ? എന്റെ ഒരു കൂട്ട് കിട്ടിയല്ലാണ്. അയ്യോ, ഇവിടെ ഇനി ഫുള്ളും പടിക്കെട്ട് കയറണം. ഇവിടെ ഫുള്ളും പടിക്കെട്ടാണ് കേട്ടോ. താഴത്തെ വ്യൂസ് കുറച്ചൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും പടിക്കെട്ട്. വീണ്ടും പടിക്കെട്ട്. 500 പടി കാണോന്ന് നമുക്ക് എണ്ണാടെ താഴേന്ന് എത്ര പണിയുണ്ടെന്ന്. ഇവിടെ ഒറ്റയ്ക്ക് നടക്കാൻ വയ്യ, ഇനി എണ്ണ. അയ്യോ, വെറുതെ വീട്ടില് ക്യാരം ബോർഡ് കളിച്ചോണ്ടിരുന്ന എന്നെ മരുതോമലയിൽ പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പച്ച വെള്ളം പോലും വാങ്ങിച്ചതില്ല. എനിക്ക് വെള്ളം വേണം. നമുക്ക് ചെറിയൊരു അണപ്പ് വരുന്നുണ്ട്. ഇതാണ് ഒരു ഗുഹ ഗൈസ്. അയ്യോ, ഇതിനകത്ത് ചെറിയൊരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്.
ഞാൻ പറഞ്ഞില്ല കുറച്ചു ദൂരമുള്ളൂടാ ഈ പടിക്കെട്ട്. ഇവിടെ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇവിടെ മുകളിലെത്തുന്ന ഒരു തേയുള്ളൂ, ബാക്കി മൊത്തം കയറ്റമാണ്. പാറയിൽ കൊത്തിയ പടികൾ. കാറ്റുണ്ട് ഗൈസ്. ഒരു പ്രതിഷ്ഠ കൂടി കണ്ടു ഗൈസ്. നമ്മൾ ഈ പടിക്കെട്ട് കയറി വരുമ്പോ തന്നെ ഒരു ശിവൻ ലിംഗം വിഗ്രഹം വരച്ചു വെച്ചിട്ടുണ്ട്. ഒമ്പോ ഒരാള് ഉരുണ്ട് അങ്ങ് താഴെ പോരാടെ. കുറച്ച് വ്യൂ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ. എടാ കുക്കു, ഇവിടെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അറിഞ്ഞൂടെ? പറ. ഒരു സാധനം കയ്യിൽ കൊണ്ടുപോയില്ലേ? എന്തൊരു സാധനം? മറ്റേ മല. അത് മറ്റേ കുപ്പിയാ? അല്ല, ഈ കഴിഞ്ഞ മല. ഈ മല കൊണ്ട് ഒരു പീസ് പറയുന്നു. ഈ പീസിന്റെ ബാക്കി ഭാഗമാണ് ഈ മല. പരമാർത്ഥലിംഗ ശിവക്ഷേത്രം. ഇവിടെ ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ പൈസ തന്നാണ് അവന്മാര് ഉമ്മാര്? പൈസ തരില്ലല്ലേ അവന്മാര്? അണ്ണാ ഒരു നെല്ലിക്ക. അണ്ണ നെല്ലിക്ക തൈറ്റ് നിനക്ക്. അപ്പോൾ അണ്ണ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്റെ പേര് മണികണ്ഠ സ്വാമി. മണികണ്ഠ സ്വാമി, നാട് വന്നിട്ട് ഉദയംകുളങ്ങര. ഇവിടെ എങ്ങനെയാണ് വന്നത്? ഇവിടെ വന്നിട്ട് മനസ്സിന്റെ അവസ്ഥ കുടുംബസുഖന്നല്ല നല്ല അങ്ങനെയാണ് ഇവിടെ വന്നെത്തിയത്. ഇവിടെ വന്നിട്ട് ഇത് ഞാനിവിടെ വന്നിട്ട് 26 കൊല്ലം. 26 കൊല്ലം. താമസമൊക്കെ ഇവിടെ? താമസം ഈ ഗുഹയിരിക്കുന്നു. ഇതിനകത്തല്ലേ? ഈ ചെറിയ ഗുഹ. ഇത് തന്നെ എന്റെ വസന്തമാളിക. വസന്തമാളിക. അന്നതാണ് അണ്ണന്റെ വസന്തമാളിക. എന്റെ വസന്തമാളിക. ഞാനിവിടെ വന്ന് എന്റെ ജീവിതം. പിന്നെ ഈ മലയെ കുറിച്ച് പറയുന്ന വെച്ചാൽ ഇത് രാമായണ കാലത്തില് സഞ്ജീവിനി മരുന്നെടുക്കാൻ വേണ്ടി ഹനുമാൻ പോയതിന്റെ മലയെ നോക്കാൻ പോയായിരുന്നു. അങ്ങനെ അവിടെ മരുന്ന് എടുക്കാൻ പോയായിരുന്നു. അവിടെ നിന്ന് മരുന്നെല്ലാം ഒരേ കളറിലിരിക്കുക. അപ്പൊ അതൊക്കെ തേടി പിടിച്ചെടുക്കാൻ ഉണ്ടാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് അവസ്ഥ തീർന്നു പോകും. അപ്പോഴാണ് മലയോട് കുത്തി തോണ്ടി കൊണ്ടുവരുന്ന സമയം അതിൽ വീഴുന്ന ഒരു കഷ്ണമാണ് ഈ മരുത്തുവ മല. മരുത്തുവ മലയാണെങ്കിൽ നല്ല നല്ല സത്യമുള്ള മലയാണ്. ഏതോ കാണുന്ന അതിനും മരുന്നില്ല. പിന്നെ വേറെ ഉണ്ടല്ലോ ഈ ശ്രീനാരായണ ഗുരുവിന്. ഗുരുദേവൻ വന്നിട്ട് ഇവിടെ താമസിച്ചിരുന്ന സാധനം. അത് നല്ല സത്യ എല്ലാ ജനങ്ങൾക്കും നല്ല സഹായം ചെയ്ത ആള്. എല്ലാ ചതരുന്ന ആൾക്കാർ വരും. ഫ്രീ ആയിട്ട് ഊണുണ്ട് ഇവിടെ താഴെ ക്ഷേത്രത്തിൽ, ആശ്രമത്തിൽ. മല ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ പടിക്കെട്ട് കയറുമ്പോ തന്നെ അവിടെ വെള്ളം കുടിക്കാൻ ഉണ്ട്. നല്ല പൈനാപ്പിളും നല്ല മാങ്ങയൊക്കെ വെച്ച് നല്ല സെറ്റപ്പാട്ട് വെച്ചിരിക്കുക. നെല്ലിക്ക, മാങ്ങ. അപ്പൊ ഇവിടെ നിന്ന് പോകുന്നവര് ഇവിടെ നിന്ന് വെള്ളം മേടിച്ചോണ്ട് മല കയറുക. നല്ല ബോട്ടിൽ അവിടെ കളയാതെ തന്നെ ഇങ്ങനെ തിരിച്ചോണ്ട് വരിക. കൈയും കാലും ഗവൺമെന്റ് അടിക്കണ്ട, അതിലേക്ക് മരുന്നുണ്ടോ? കമാൻ. നെല്ലിക്ക അന്യം. കയറി വരുമ്പോ തന്നെ നമുക്കിവിടെ ചെറിയൊരു മണ്ഡപം കാണാം. മണ്ഡപം ക്ഷേത്രമാണെന്ന് തോന്നണം. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെയും ചെറിയൊരു പൗണ്ട് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഇതിനകത്തോട്ട് കയറാൻ പോണേ. ഇത് മണ്ഡപമാണ്, ചെറിയൊരു കൽമണ്ഡപമാണ് ഇതിനകത്തുള്ളത്. ചെറിയൊരു കൽമണ്ഡപം. വേണ്ട, എല്ലാം കൂടെ ഇടാൻ പറ്റില്ല. കൂടുതൽ നമ്മൾ അയച്ചു
അപ്പോൾ പടിക്കെട്ടൊക്കെ ഇതുവരെ ഉള്ളൂ. ഇനിയും കൊണ്ട് കയറണമെന്ന് വെച്ചാൽ ഒരു മലയിലോട്ടോ നല്ല ഹൈറ്റൊക്കെ കൂടിയ ഇതേപോലെ നമ്മൾ കയറി വന്ന പടിക്കെട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നോക്കാം. അതേപോലെ ഇവിടെ ആരോമാർഗ്ഗം കിട്ടിയിട്ടുണ്ട്. മലയിലോട്ട് പോകാനുള്ള ആരോമാർഗ്ഗമാണ്. ഇങ്ങോട്ട് കാണാൻ ആരോമാർഗ്ഗം. ഇതെല്ലാം ഇനി അങ്ങോട്ടല്ലേക്ക് അമ്പുക്കുറി ആയിരിക്കും നമ്മൾ മലയിലോട്ട് കയറാനുള്ള ചിഹ്നം. കണ്ടില്ലേ, ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അമ്പുക്കുറി. വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഇത് ഇവിടെ ഉണ്ട് അമ്പുക്കുറി. സമയം ഇപ്പോൾ വൈകിട്ട് ഒരു 4 മണി കഴിഞ്ഞ്. അപ്പോഴേ ഇനി എപ്പം മലയിലെത്തും, മലയിലെത്തിയിട്ട് ഇനി എപ്പം തിരിച്ചിറങ്ങും എന്നൊരു ഐഡിയ ഇല്ല. നൈറ്റ് ആണെങ്കിൽ ഇതോടെ ഇറങ്ങാൻ ഭയങ്കര പ്രയാസമായിരിക്കും. നൈറ്റ് ആവണതിന് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചിറങ്ങണം. കാരണം അവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല, മലയാണ്, പാറയാണ്, കിട്ടാൻ ചാൻസും ഉണ്ട്. വാ. ഇവിടെ ഇത് മറ്റേ കറുത്ത പഴം പറഞ്ഞ കറുത്ത പഴം പറഞ്ഞ കറുത്ത ചുവന്ന പഴം ഇതില്ല ആണോ? അതിന്റെ പേരെന്തിന്? ഓ എടാ, ഇത് പത്മനാഭസ്വാമി ക്ഷേത്രമല്ല, നീ ഇങ്ങനെ കിടക്കാൻ. ഇവിടെ ചെറിയൊരു ഗുഹ കാണുന്നുണ്ട്. എന്ത് ഗുഹയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതിനകത്ത് ഉള്ളിലോട്ട് പോകാൻ കുറച്ച് റിസ്ക് ആണ്. കാരണം മഴയൊക്കെ പെയ്ത് അതിന്റെ കട്ടയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുകയാണ്. മുകളിൽ പാറ ഇരിപ്പുണ്ട്. റിസ്ക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഉപേക്ഷിക്കാം. നമുക്ക് വീണ്ടും മല കയറാം. ഇത് ഞാൻ ഉദ്ദേശിച്ച മലയല്ല. ഞാൻ ഉദ്ദേശിച്ച മല ഇങ്ങനെയല്ല. ഇത് വേറെ ഏതോ ഒരു മലയാണ്. വിജയ്, വിജയ്, കരടി ഉണ്ടടാ, കരടി. ഇതല്ലടാ വഴി. ഇതൊക്കെ അവിടെ ആരോമാർഗ്ഗം. ഇതൊക്കെ നോക്ക്, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് കാണിക്ക്. ഇത് അവിടെ ആരോമാർഗ്ഗം അമ്പുക്കുറി വെച്ചിരിക്കുന്നുണ്ട്. അതാണ് വഴി. അയ്യോ, ആരോ അവിടെ. അയ്യോ, മല കണ്ടോടെ, എന്തുമാത്രം വലിപ്പമുള്ള മല. ഇത് എങ്ങനെടേ ഹനുമാൻ എടുത്ത് പൊക്കി കൊണ്ടുപോയത്? എന്റെ പൊന്നടാവുകയെ. പിന്നെ അതിന്റെ താഴെ വന്നപ്പോ ഉണ്ടല്ലോ, ഒരുത്തം പറഞ്ഞു അവിടെ ഒരു ഗുഹയുണ്ട്, അവിടെയാണ്. അതിനകത്ത് ചെന്ന് കയറിയപ്പോ വിറവൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, ചൂടായിട്ടാണ് പേപ്പർ എടുത്തേക്ക്. ഓക്കെ, അപ്പോ മൂപ്പന്റെ ഓടിയടെ. കുക്കു, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇതാണ് ഞാൻ കുരിശുമലയിലെ പറിക്കാൻ പോയ പുല്ല്. അങ്ങ് ദൂരെ കാണുന്ന കടലാണ് കേട്ടോടെ, ലാസ്റ്റ് എൻഡ് കാണുന്നത്. ഉപ്പുവെള്ളം vs കുപ്പിവെള്ളം. അയ്യോ, ഇവിടെ താഴോട്ട് കാണാൻ അന്യ വ്യൂ ആണ്. പക്ഷെ ഈ വ്യൂ കാണാൻ വേണ്ടി ഇങ്ങനെ കയറി വരണമെങ്കിൽ എൻ്റെ പൊന്നടാവേ, ഞാൻ ഉദ്ദേശിച്ച മല ഇതല്ല. എടാ, ഇവിടെ ഫോറസ്റ്റ് എന്ന് എഴുതി വെച്ചിരിക്കണ്ട. ഫോറസ്റ്റ് മുഴുവനും കാടാണെന്ന്. ആരെ? കാട്ടുപ്പന്റെ മോനാണ് അതിരിക്കണേ. കാട്ടുപ്പന്റെ മോനാണ് അത്. എന്റെ കോമഡി ഒന്ന് അംഗീകരിക്കൂ. അടർന്നു വീണ പീസാണ് ഇത്. മനസ്സിലായോ? ഹനുമാന്റെ ഹനുമാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് ശ്രീലങ്ക വരെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ഹനുമാന് പറ്റിയ ഏറ്റവും വലിയ പിഴയാണിത്. അത് നീ മനസ്സിലാക്കണം. ഭാഗം. അപ്പൊ വലിയ മല അവിടെ ഉണ്ട്. പോണ്ട, ഞാൻ എനിക്ക് ഇത് കയറിയതിനെ മതിയായി.
കമോൺ ഗൈസ്, കുറച്ചുകൂടെ ഉള്ളൂ. അയ്യോ, ഇവിടെ ചെറിയൊരു ഗുഹ വീണ്ടും കാണുന്നുണ്ട്. ഇവിടെ വന്നിരുന്നിട്ട് റിട്ടേൺ പോയി. വീണ്ടും എന്താ അമ്പിച്ചിന്നെ വെച്ചിരിക്കും. ഓ ഓ സൂപ്പർ. ഓ അവിടെ കാട്ടുപൂന്റെ മായിരിക്കണ്ട അവിടെ. നമ്മൾ വന്ന ഹൈവേ ആണ്, താ കാണുന്ന ഹൈവേ. ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. ക്യാമറ നല്ല ക്വാളിറ്റി ആയിട്ട് ഇങ്ങനെ കിട്ടും. ഓ ഓ ഇനി അതുവരെ കയറണം. ലങ്കവഴി പാലം വഴി കടന്നു പോയപ്പോ അങ്ങനെ കയ്യിൽ നിന്ന് അതിന് പറന്നു പോയപ്പോ താഴെ ചെറിയൊരു പീസാണ് ഇത്. അത് ആദ്യം മനസ്സിലാക്കണം. അല്ലേ അല്ലേ ആണോ? അല്ലേ നമുക്ക് വിക്കിപീഡിയ നോക്കിയാലോ? മറ്റേ ഫാൻ കാണാനില്ലല്ലോ. ഫാനല്ലടാ, അത് മറ്റേത് കാറ്റാടി. എന്തിന് വിണ്ടുമില്ല. നമ്മൾ മലകയറി നടന്ന ഏകദേശം അടുത്ത് ആവാറായി. ഇനി കുറച്ച് പേര് ഉണ്ടോന്നാണ് തോന്നണത്. കുറച്ച് പേരും തന്നെ കാണും. ഇനി എത്ര ദൂരമുണ്ട്, എവിടെ പോവും? ഇവിടെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ഗുഹയും കാര്യങ്ങളും കണ്ട ഉണ്ട്. ഈ അഗസ്ത്യ മുനി താമസിച്ച ഗുഹ, പിന്നെ ഇതുപോലെ ശ്രീനാരായണ ഗുരു തപസ് ചെയ്ത ഗുഹ, അങ്ങനെ കുറെ ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയൊക്കെ ആണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഈ താഴെ നിന്ന് കയറി ഇങ്ങോട്ട് മുകളിലോട്ട് വന്നപ്പോഴേ, താഴെ എന്ന് വെച്ചാൽ കുത്തനുള്ള കയറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് സ്ലോപ്പ് ആയിട്ടുള്ള പ്രദേശമാണ്. ഇവിടെയൊക്കെ അത്ര വലിയ കുത്തനുള്ള കയറ്റമില്ല. താഴെ നിന്ന് കയറി വേണതിൻ്റെ അത്ര റിസ്ക് ഇല്ല ഇവിടെ കൂടെ. ഏകദേശം ഉച്ചയാവാറായി. ഉച്ച മീൻസ് മലയുടെ ഉച്ചയാവാറായി. ഞാൻ ഇപ്പം പറഞ്ഞു തീർന്നതേ ഉള്ളൂ. സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലമാണ്, അതിനിപ്പോ കുത്തനുള്ള കയറ്റം വന്നു. നല്ല രസമുണ്ട്. അങ്ങനെ നെൽപ്പാടം, തെങ്ങും പാടം. തെങ്ങും പാടം മീൻസ് തെങ്ങും തോപ്പ്, ദൂരെ കടല്. ചെറിയ രീതിയിൽ കാണാം തിരുവള്ളൂരിന്റെ ശില. കടലിനകത്തൊരു ശില നിൽക്കുമല്ല കന്യാകുമാരിയിൽ, ആ ശില. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഈ കൂടംകുളം, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കന്യാകുമാരിയിലൊക്കെ എന്ന് വെച്ചാൽ ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ കന്യാകുമാരി കടലിലോട്ട് പോകണമെങ്കിൽ. ഇവിടെ വന്നിട്ട് 2 സ്പോട്ട് ഉണ്ട് കേട്ടോ. പിള്ളത്തമ്പി കേവ്, പിള്ളത്തമ്പി ഗുഹയും പിന്നെ ആഞ്ജനേയർ ടെമ്പിൾ. മുകളിലാണ് ആഞ്ജനേയർ ടെമ്പിൾ. പിന്നെ ഇങ്ങോട്ട് എന്തോ പിള്ളത്തമ്പി കേവ്, പിള്ളത്തമ്പി ഗുഹ, മിക്കവാറും അതിനകത്തായിരിക്കാം. ഇതിനകത്താവാനാണ് ചാൻസ്. ഗുഹ ബ്രോ, താഴെ വേറെ വഴിയുണ്ടോ? വേറെ വഴിയുണ്ടോ താഴെ? ഓ, മേലടി പോകണം. ആ சரி சரி இதுல மேலோடி போய் போலாம். சரி சரி. குகை எவ்வளவுதானே அது? இல்ல அதுல ஒரு சாமி இருக்கு. ஓ சரி. ഇവിടെ ചെറിയൊരു ഗുഹയുണ്ട്. ഗുഹയ്ക്കകത്ത് കയറാം. വാ വാ വാടാ. എല്ലാം കൂടെ പറയണം.
കമോൺ ഞാൻ വരില്ല. വാടാ കുട്ട, ഒന്നുമില്ലടാ, ചുമ്പിള്ളടാ. റിസ്ക് ആണ്, പതുക്കെ വേണം, പതുക്കെ വരണം. വിക്കിപീഡിയാണ് എന്റെ കൺകണ്ട ദൈവം, ചതിക്കില്ല. വേറെ വഴിയുണ്ടോ ഇത് തന്നെ? ജിത്തോടെ തിരിച്ച് ഈ വഴി തന്നെ വേറെ വഴിയുണ്ടോ? ഈ വഴി തന്നെ കാണും, കാരണം ഇതെവിടെ ചെറിയ രീതിയിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു തപസ് ചെയ്ത സ്ഥലം. ഓ, ഇവിടെ നിന്നാണ് ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനം കിട്ടി എന്നറിയപ്പെടുന്നത്. എടാ, ഇതിനകത്ത് പാമ്പ് കാണൂടെ? കയറിയല്ലേ അതിനകത്ത്? ബാ, ആര് വേണം എൻ്റെ കൂടെ? ഓക്കെ, ചെരുപ്പൂരിടാം. ഓക്കെ, ഇതാണ് ഗുഹ. ഇവിടെ എന്തോ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. കയറി വേണം, എന്നെ ഒറ്റയ്ക്കാക്കാതെ ഇവിടെ തറമുല്ലും കണ്ടുവിടാ. അപ്പോൾ ഇവിടെയാണ് ശ്രീനാരായണ ഗുരു തപസ്സിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം. ഓക്കെ, പുറത്തോട്ട് പോവാം. കുനിഞ്ഞേ വരാൻ പറ്റുമോ? തല കെട്ടും. ഇവിടെ ഏതോ ആരോ താമസിക്കണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇല്ല, പൂജാരിയാ ആരെങ്കിലും കാണും താമസിക്കാൻ. ചെറിയൊരു കെട്ടിട കണക്കിന് പണിതിട്ടിരിക്കുന്നു. കെട്ടിടമല്ല, കല്ലൊക്കെ വെച്ച് കുമ്മായൊക്കെ പൂശിയിട്ടിരിക്കുന്നു. പക്ഷെ ഇവിടുത്തെ വ്യൂ അത് ഒരു അപാര വ്യൂ ആണ് അല്ലേ? അല്ല, ഇവിടെയൊക്കെ വന്ന് ഇരിക്കുന്നൊക്കെ വെച്ചല്ലേ? ഇവിടെ സ്റ്റേ ചെയ്തല്ല? കൊള്ളാം, സൂപ്പർ ഐഡിയ. നല്ല സുഖമുണ്ട് കേട്ടോ. 4 സൈഡിൽ 4 സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ കാറ്റ് വരുന്നു. ഒരു സൈഡിൽ കൂടെ കാറ്റ് വന്ന് ഒരു സൈഡിൽ കൂടെ അങ്ങ് ഇറങ്ങി പോവുക. എടാ, ഇതാടാ ഇവിടുത്തെ പൂജാരി, ഇതാ നിൽക്കണതാ. അങ്ങനെ ബിജു ഗുഹയിൽ നിന്ന് കയറി വന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ മരുതമലയുടെ ടോപ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ചുറ്റും കാണാം, ചുറ്റും ഇതെന്താ എഴുതി? ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളെന്ന് വെച്ചാൽ, ആ ഭാഗത്തോട്ട് നോക്കിയാൽ അറുപമൊഴിയിൽ ആ ഒരു കാറ്റാടി പാടവും, പിന്നെ എന്തോ ഈ ഭാഗത്തോട്ട് നോക്കിയാൽ പശ്ചിമഘട്ടത്തിലെ മേഖലയിലുള്ള മലഞ്ചെരുവുകളും. അങ്ങനെ നമ്മൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കടലും കാണാം. കടലെന്ന് പറയുമ്പോൾ കന്യാകുമാരി മുതൽ കുളച്ചിൽ വരെയുള്ള കടൽ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ ചെറിയൊരു ക്ഷേത്രമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്, ഹനുമാൻ ക്ഷേത്രം. കയറുക. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിഷ്ഠയാണ് നടക്കുന്നത്. കുക്കുട് കുടുക്കനാനന്ദ സ്വാമിയുടെ നടക്കുന്നത്. അതാ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിഷ്ഠയാണ് ഈ മലയുടെ.
ആ മലയിലെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹനുമാസ്വാമിയാണ്. ഈ മലയ്ക്ക് സെപ്പറേറ്റ് പ്രതിഷ്ഠയാണ് നടക്കുന്നത്. കുക്കുട് കൊടുക്കാനാണ് സ്വാമികൾ. ഈ മരുത്തമലയിൽ വന്നുള്ള അടുത്ത പ്രയോജനം എന്തെന്ന് അറിയാമോ? ഇവിടെ വന്നാൽ നമുക്ക് സൂപ്പറായിട്ട് സൺസെറ്റ് കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെ നമ്മൾ മല ഉച്ചയിൽ നിന്ന് നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, see you in the next video.